സുഗിയെന്ന് ഇവിടുന്ന് പുറപ്പെട്ടിട്ട് നമ്മൾ നേരെ നേപ്പാൾ കയറാൻ പോവാണ്. നമ്മളെ രണ്ടാമത്തെ രാജ്യമാണ് കേട്ടോ. അപ്പോൾ 3 രാജ്യങ്ങളാണ് നമ്മൾ ഈ ട്രിപ്പിൽ കവർ ചെയ്യുന്നത്: നേപ്പാൾ, ഭൂട്ടാൻ, പിന്നെ ഓൾ ഇന്ത്യ. അപ്പോൾ ഇങ്ങനെ 3 രാജ്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ രാജ്യമാണ് നമ്മളെ നേപ്പാൾ. ഞാനിപ്പോൾ ദാർജിലിംഗ് സൈഡ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നേപ്പാളിലേക്ക് പോയിട്ട്, നേപ്പാൾ കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക്, കാത്മണ്ഡു, പോഖറ പോലെയുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 1 മാസം നേപ്പാൾ സ്പെൻഡ് ചെയ്യണം എൻ്റെ പരിപാടി. അപ്പോൾ പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ കാര്യങ്ങളൊക്കെ എന്താവുമെന്ന് എനിക്കറിയില്ല. പോയിട്ട് സിമ്മൊക്കെ എടുത്ത് സെറ്റാക്കണം. സിം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് പോകുന്നത് സന്ദക്ഫുവിലേക്കാണ്. സന്ദക്ഫു ഓൾറെഡി നമ്മൾ പിന്നെ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു, ഇന്ത്യ റൂട്ട്. ഇനി നേപ്പാൾ റൂട്ട് കുറച്ച് ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേപ്പാൾ റൂട്ടാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. അത് കഴിഞ്ഞിട്ട് സന്ദക്ഫൂന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് സിമ്മൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഏരിയയിൽ എത്തിയിട്ട് സിമ്മൊക്കെ എടുക്കണം. സന്ദക്ഫൂവിൽ നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നും കിട്ടില്ല. അവിടെ വൈഫൈ കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോം സ്റ്റേയിൽ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും, വേറെ രക്ഷയൊന്നുമില്ല. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. രണ്ടാമത്തെ രാജ്യം എന്നൊക്കെ പറയുമ്പം കുറച്ച് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമുക്ക് പശുപതി നഗറിന്. പിന്നെ അതുപോലെ നമുക്ക് ഇന്ത്യൻ കറൻസി കുറച്ച് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നേപ്പാളി കറൻസി ഒക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം തന്നെ 8:15 എല്ലാം കൂടി കഴിയുമ്പോൾ തന്നെ 10-11 മണിയാവും കേട്ടോ. പിന്നെ സന്ദക്ഫുവിലേക്ക് എനിക്കതൊരു 3 മണിക്കൂർ ഓടാനുണ്ട്. അപ്പോൾ നോക്കാം എന്തായാലും. ഇപ്പോൾ സന്ദക്ഫുവിലെ ഓഫ് റോഡിങ്ങും നേപ്പാളിലെ കയറാനുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വരാം കേട്ടോ. ഓക്കെ, നമുക്ക് യാത്ര തുടങ്ങാം. ഇത് സിയാമാന എന്ന് പറഞ്ഞൊരു വില്ലേജ് കേട്ടോ. പോകുന്ന വഴിയിലുള്ള ചെറിയൊരു വില്ലേജാണ്. നമുക്ക് ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത്. നമ്മൾ വരുന്ന വഴിക്ക് സിയാമാന വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഈ സ്ഥലം കേട്ടോ. ഇവിടുത്തെ റോഡിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ടാർ ചെയ്തതിന്റെ മുകളിലെല്ലാം നിറച്ചും ജില്ലുണ്ട്. ജില്ല് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനെ. അത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി കേട്ടോ. ഇവിടെ സ്നോഫാൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെയാണ് ഇവിടുത്തെ റോഡ് ഉള്ളത്. നല്ല രസമാണ്. നമ്മളന്ന് ചായ കുടിച്ച സ്ഥലം കേട്ടോ. അന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ചായ എല്ലാം തന്ന സ്ഥലമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കുറച്ച് കറൻസി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നേപ്പാളിലെ 1000 രൂപയാണ്. ഇതാ 1000 റുപ്പീസ്. അപ്പം നമ്മുടെ നാട്ടിലെ 10,000 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ 16,000 കിട്ടും കേട്ടോ. അത്രയാണ്. 1 രൂപ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത 106 രൂപ, അങ്ങനെ മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 16,000 രൂപ, നേപ്പാളി 16,000 രൂപ കൈമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് കിട്ടുന്ന പോലെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. അതിന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് പശുപതി നഗർ കേട്ടോ. ഇവിടെ നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്. കഴിഞ്ഞ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, നിൽക്കുന്ന കയറുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാകും കേട്ടോ. അങ്ങനെ കറൻസിയിൽ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം ഇവിടെ 3 ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് വെസ്റ്റ് ബംഗാൾ പോലീസിനുണ്ട്, ഇന്ത്യൻ ആർമീൻ്റെ ഉണ്ട്, അതുപോലെ നേപ്പാളിൻ്റെ ആർമീൻ്റെക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 ചെക്ക് പോസ്റ്റിലും നമുക്ക് വാലിഡ് ID പ്രൂഫ് വെച്ചിട്ട് എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് കയറാം. അപ്പോൾ എൻ്റെ എൻട്രിക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് മുന്നിൽ കാണാൻ പറ്റും, വെൽക്കം ടു നേപ്പാൾ ബോർഡ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വണ്ടി എടുത്തിട്ട് നേപ്പാളിലേക്ക് കയറാം. അങ്ങനെ ഒരുപാട് കാലത്തെ ആഗ്രഹം കേട്ടോ. അടുത്ത നമ്മൾ രാജ്യത്തേക്ക് നമ്മൾ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. പക്ഷേ എന്താ പറയുക, എന്തായാലും അത് സാധിച്ചേട്ടാ, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ ബാൻസർ എടുക്കണം കേട്ടോ. എത്ര ദിവസത്തേക്കാണ് നമ്മൾ പോകുന്നത്, അത്രയും ദിവസത്തേക്കുള്ള ബാൻസർ പെർ ഡേ നമ്മൾ 420 റുപ്യ നേപ്പാളി റുപ്പീസാണ് വരുന്നത്. അത് വെച്ചിട്ട് നമുക്കിവിടെ ഒരു ഓഫീസിൽ, കസ്റ്റംസിൻ്റെ ഓഫീസിൽ അടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന അങ്ങോട്ടാണ്. ഇവിടെ നിന്ന് ബാൻസർ ആൾക്കാരുണ്ട് കേട്ടോ. ടാക്സിയുടെ ഓഫീസുണ്ട്. സോ നമുക്ക് വേണ്ടി വന്നത് 4200 നേപ്പാളി കറൻസി കേട്ടോ. നമ്മുടെ ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ 2400 സംതിങ് വരും. അപ്പോൾ നമ്മളിവിടെ അവരെ
ടാക്സിൻ്റെ ഓഫീസിൽ ഇവിടെ വന്നിട്ട് നമുക്ക് പേ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു റോഡ് ടാക്സി കൂടി ഉണ്ട്, അത് 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നേരെ വിടാം. സോ നമ്മളിതാ ടാക്സ് ബാൻസറെല്ലാം അടച്ച് നമ്മൾ ഇറങ്ങുവാണ്. ഇനി നമുക്ക് മുമ്പിൽ ഒരു ടോളിൻ്റെ ഇതും കൂടി ഉണ്ട് കേട്ടോ, റോഡിൻ്റെ ടാക്സും കൂടെ കൊടുക്കാനുണ്ട്. അതും കൂടെ കൊടുത്താൽ കഴിഞ്ഞു. അപ്പോൾ ബാൻസാർ അടച്ചു. അത് കഴിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റീൻ്റെ ഒരു 20 റുപ്യ ഉണ്ട് കേട്ടോ, അതടച്ചു. നെക്സ്റ്റിന് റോഡ് ടാക്സ് ആണ്. റോഡ് ടാക്സ് എത്രയുണ്ട് അറിയില്ല, അതും കൂടി അടക്കണം. അതും കൂടി അടച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് നേരെ വെച്ച് പിടിക്കാം. അത് കഴിഞ്ഞ് നമുക്കുള്ളത് റോഡ് ടാക്സ് അടക്കല കേട്ടോ. അപ്പോൾ റോഡ് ടാക്സ് 500 നേപ്പാളിയാണ് വരുന്നത്. നേപ്പാളി INR, നേപ്പാളി റുപ്പീസ് 500 റുപ്യ വരും. 510 റുപ്യ കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമുക്കിനി യാത്ര ചെയ്യാൻ. അതായി, ബാക്കി പേപ്പറായി, കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാം കൂടി ഒരു 1 മണിക്കൂർ എടുക്കുന്ന സമയമുണ്ട്, എല്ലാം കൂടി സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, എല്ലാം എടുത്ത് നോക്കട്ടെ. അപ്പോൾ അത്രയാണ് ഉള്ളത്. എന്തായാലും മുന്നോട്ട് നീങ്ങാം. നേരെ ഇനി സംഗന്തപ്പൂ. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഒരു സിം എടുക്കൽ മാത്രമാണ് ആകെയുള്ള ചടങ്ങ്. സെയിം നമ്മളെ ഒരു വെസ്റ്റ് ബംഗാളിൻ്റെ, നോർത്ത് വെസ്റ്റ് ബംഗാൾ സെയിം ഒരു സ്ട്രക്ചർ തന്നെ കേട്ടോ നേപ്പാളിലും. വണ്ടിൻ്റെ എല്ലാം നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ മാറ്റാണ്. റെഡിലൊക്കെയാണ് നമ്പർ പ്ലേറ്റ് വരുന്നത്. ഒരു മൂന്നാർ വഴി പോകുന്ന ഒരു ഫീലാട്ടാ ഫുള്ള്. നോക്കിയാട്ടെ, തേയിലത്തോട്ടങ്ങൾ. ഫുള്ള് തേയിലത്തോട്ടാണ് ഇവിടെയല്ലോ. നമുക്ക് തേയിലത്തോട്ടം കണ്ടാൽ വലിയ അത്ഭുതം തോന്നൂലെങ്കിലും കുറെ ടീമിന് ഇതൊക്കെ നല്ല അത്ഭുതമായിരിക്കും. ഇതൊരു മൂന്നാർ സെറ്റപ്പ് തന്നെ, മിനി മൂന്നാർ എന്ന് പറയാം. നമ്മളെ ഫിക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്തല്ല, ഫിക്കിൽ. ഇനി ഫിക്കിലിന് നമുക്ക് അടുത്ത സ്ഥലം പിടിക്കണം. സിലിഗുരി എന്ന് പറഞ്ഞു സന്ദർഭം പോകണമെങ്കിൽ അതിൻ്റെ പേരാണ് ഇലം. ഇലം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് നേരെ സന്ദർഭം പോകണം കേട്ടോ. കംപ്ലീറ്റ്ലി ഓഫ് റോഡ്. എന്തായാലും നോക്കാം നമുക്ക്. നേപ്പാൾ കയറിയതാ ഫസ്റ്റ് കാണുന്ന തന്നെ ബുദ്ധൻ്റെ ഒരു കിടിലം പ്രതിമ കേട്ടോ. നമ്മളെന്തായാലും ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് പോകാമെന്ന് വെച്ചു. സന്ദർഭം എത്തുമ്പോൾ എന്തായാലും വൈകുന്നേരം ആകും കേട്ടോ, കുഴപ്പമില്ല. എന്തായാലും പാസ്സൊക്കെ ആണല്ലോ, നമ്മൾ ലീഗലായിട്ട് പോകേണ്ട പ്രശ്നമൊന്നുമില്ല. സ്റ്റെപ്പ് കയറി മടുത്ത കേട്ടോ, അടിപൊളി. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ടി എസ്റ്റേറ്റ് കാണാം. നമ്മളെ വന്ന് കയറി വിട്ടാ, ഈ സൈഡിൽ നിന്നാണ് നമ്മളെ വന്നത്. ചെറിയൊരു സംഭവം കേട്ടോ, ചെറിയൊരു ബുദ്ധൻ്റെ സ്തൂപം. പക്ഷെ അതിരിക്കുന്ന സ്ഥലം കിടിലനാണ്. അത്യാവശ്യം ടോപ്പിലായതുകൊണ്ട് അങ്ങ് ലോങ് തന്നെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ, അടിപൊളി. എന്തുകൊണ്ടാണ് ഈ മുഖം മറച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ ഫേസ് മറച്ചിട്ടുണ്ട്, അതെന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല. ചെറിയൊരു ബുദ്ധൻ്റെ പ്രതിമ ഉള്ളതുകൊണ്ട് ഇവിടെ കുറച്ച് ചെറിയ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുതിരസവാരി കാര്യങ്ങൾ, നമ്മളെ വണ്ടി അതവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നേപ്പാൾ കയറിയിട്ടാ നമ്മൾ ഫസ്റ്റത്തെ സ്പോട്ടാട്ടോ. ഫിക്കൽ എന്ന് പറഞ്ഞൊരു ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് നേപ്പാളിൻ്റെ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് അടുത്ത സ്പോട്ട് ഒരു ടൗണും കൂടെ വരുന്നുണ്ട്. അവിടെ നിന്ന് വേണം നമുക്ക് സന്ദർഭൂലേക്കുള്ള
ഒരു റൂട്ട് പിടിക്കാൻ കേട്ടോ. ഇലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് വേണം സന്തഫൂലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് ഫിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മുടെ രണ്ടാമത്തെ രാജ്യത്തിലേക്ക് നമ്മൾ കയറി കുറച്ച് ഒരു 10-15 കിലോമീറ്റർ വന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരു ചെറിയൊരു എസ്റ്റേറ്റ്, ടീ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ. കാണാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഫിക്കലിന് നമുക്ക് നേരെ പോകേണ്ട ഇലംത്തിലാണ്. ഇലം എന്ന് പറഞ്ഞതും ചെറിയൊരു ടൗൺ ആട്ടോ. ഫിക്കൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ടൗണാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു ഗ്രാമത്തിലേക്ക് കൂടി വേണം നമുക്ക് നേരെ സന്തഫൂ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ റൂട്ടുകളൊന്നും എന്താ പറയുക, നമുക്ക് ചോദിച്ച് വേണം പോകാൻ. കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ സിമ്മ് കാര്യങ്ങളൊന്നുമില്ല, നേപ്പാളി സിമ്മ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചാണ് പോകുന്നത്. അതൊരു വേറൊരു ഫീലാട്ടോ. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ആണെങ്കിൽ വൈപ്പർ ബ്ലേഡിൻ്റെ കാര്യങ്ങളൊക്കെ പോയിട്ടില്ല. വൈപ്പർ ബ്ലേഡ് ഒന്ന് മാറ്റാനുണ്ട്. അതിൻ്റെ എന്തോ ക്ലാമ്പ് എന്തോ സംഭവിച്ചിട്ടോ, അത് കറക്റ്റ് നിൽക്കുന്നില്ല. നിർഭാഗ്യവശാൽ നല്ല മഴ പെയ്തോട്ടോ, ഒന്നും പറയാനില്ല. കിടിലം മഴ. പിന്നെ വൈപ്പറാണെങ്കിൽ എനിക്ക് ഇടാനും പറ്റൂല, ബ്ലേഡ് പോയതുകൊണ്ട് അങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ എന്നാലും ഞാൻ വണ്ടി സ്റ്റോപ്പാക്കിയൊന്നുമില്ല, നമ്മൾ പയ്യങ്ങ് ഇറങ്ങിപ്പോയേട്ടാ. അത്യാവശ്യം അടിപൊളി മഴ കിട്ടി. എല്ലാം കാണുന്നുണ്ടോ? വൈപ്പർ ബ്ലേഡ് ഡ്രൈവർ സൈഡ് പോയി കേട്ടാ. അങ്ങനെ മഴയെല്ലാം കുറഞ്ഞ കേട്ടോ, കുറച്ചൊരു ആശ്വാസമായിട്ടുണ്ട്. മര്യാദക്ക് കണ്ണ് കാണുന്നുണ്ട്. ഓ എന്തൊരു മഴയായിരുന്നു എൻ്റെ പൊന്നോ. പണ്ട് അകുംബയിൽ നിനക്ക് ഒരു ട്രിപ്പ് പോയ സമയത്ത് അകുംബയിൽ നിന്നൊരു മഴ കിട്ടീന്. എൻ്റെ അനിയനുണ്ടായിരുന്നു, സന്ധ്യ ഉണ്ടായിരുന്നു. ഒരകുംബെ കയറുമ്പോൾ പറഞ്ഞു അകുംബയിലെ മഴ ഭയങ്കര ഫേമസ് ആണ്, മഴ കിട്ടീനെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. അന്നൊരു മഴ പെയ്തിന്. അത് നമ്മൾ ഹിമാലയയിലാണ് ട്രിപ്പ് അടിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പൊന്നു, മേല് വേദന എടുക്കുന്നത് അമ്മാരി മഴ. നമ്മളെ നാട്ടിലെ പോലെ ലെഫ്റ്റ് സൈഡ് ഫുള്ളായിട്ട് അടുപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടുത്തെ റോഡിന്റെ പ്രത്യേകത ഉണ്ടായി, ലെഫ്റ്റ് സൈഡ് ഫുള്ള് നമുക്ക് വെള്ളം പോകാനുള്ള ചാലാണ്, അത്യാവശ്യം വലിയ ചാല. അതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ വണ്ടികളെ കിടക്കുകയുള്ളൂ കേട്ടോ. അത്യാവശ്യം വലിയ ചാല, അത് അങ്ങ് പോലെ ഇങ്ങ് വരെ ഉണ്ട്. അപ്പം മഴയത്തെല്ലാം നമുക്ക് ഫുള്ളായിട്ട് സൈഡ് അടുപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ സ്ലാവൊക്കെ ഇട്ട് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ സ്ലാവ് കാര്യങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ ഉള്ളത്. ശരിക്കും അത് അപകടത്തിന് ഭയങ്കര ഒരു കാരണമാണ് കേട്ടോ. ഇവിടെ നമുക്ക് കുറെ വാനുകൾ കാണാൻ പറ്റും കേട്ടോ. ടാക്സി സർവീസ് വാനാണ് അധികവും. അത് നമുക്ക് നമ്മൾ ഇന്ത്യയിൽ കാണാത്ത ടൈപ്പ് കുറച്ച് സാധനങ്ങളാണ് വാനുകൾ. ഞാൻ കാണിച്ചു തരാം. ഒരു ബ്രിഡ്ജ് വന്നിട്ടോ. ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായതാട്ടോ. ലെഫ്റ്റ് സൈഡ് കണ്ട. ഇവിടുന്ന് ഓഫ് റോഡ് തുടങ്ങി കേട്ടാ. നമ്മൾ ഇലം എത്തുന്നേ ഉള്ളൂ. ഓഫ് റോഡ് എന്ന് പറയാനൊന്നുമില്ല, ഇതൊക്കെ ചെറിയ ചെറിയ ലാൻഡ് സ്ലൈഡിങ്ങിന്റെ പാട്ടാണ്. ഇവിടുത്തെ ഓട്ടോറിക്ഷേന്റെ കളർ കണ്ടോ, ഒരുമാതിരി ചോന്ന ഓട്ടോറിക്ഷ കേട്ടാ. നമ്പർ പ്ലേറ്റ് പല ടൈപ്പ് ഉണ്ട്. റെഡിൽ വൈറ്റ് ഉണ്ട്, ബ്ലാക്കിൽ വൈറ്റ് ഉണ്ട്. ഇതൊക്കെ ഏതാണ് ടാക്സി പ്രൈവറ്റ് ഒന്നും മനസ്സിലാകുന്നില്ല, എല്ലാം ഒരുപോലെ ഉണ്ട് കേട്ടോ.
പിന്നെ മഴ തുടങ്ങി കേട്ടോ. വൈപ്പർ ഞാൻ അവിടെ കെട്ടിയിട്ടു, ഒരു വയറിന്റെ കഷ്ണം എടുത്ത് കെട്ടിയിട്ടു. വേറെ രക്ഷയില്ല, ഇവിടെ നിന്ന് വൈപ്പർ ബ്ലേഡ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അത് നമുക്ക് പോകുന്നതിലേക്ക് മാറ്റാം, കുഴപ്പമൊന്നുമില്ല. ഇത് തെറ്റാ, നമുക്ക് സാധനം വർക്കായാൽ മതിയല്ലോ. ഇങ്ങനെ നമ്മൾ ഇലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. भैया इलम इलम आगे उधर से संदकपुर 5 किलोमीटर। ठीक है। നേപ്പാളി പാണ്ടിലോറി. യെസ്, അതിൻ്റെയൊക്കെ നമ്പർ നമ്മളെ പഴയ വിൻറ്റേജ് വണ്ടീൻ്റെ പോലെ കേട്ടോ, ബ്ലാക്കിൽ വൈറ്റ്. ഇത് ടാക്സി പ്രൈവറ്റ് ഒന്നും മനസ്സിലാവുന്നില്ല എങ്ങനെയാണെന്നുള്ളത്. ഇവിടെയൊക്കെ ചൈനക്കാരാട്ടോ, BYDൻ്റെ വണ്ടിയൊക്കെ കാണാൻ പറ്റും ഇവിടെ. ഇതാ ഇവിടുത്തെ കുറെ ടാക്സി വണ്ടികളൊക്കെ BYDൻ്റെ ഒക്കെയാണ് കേട്ടോ, എല്ലാം ചൈനയാണ്, മെയ്ഡ് ഇൻ ചൈന. പക്ഷെ നമ്മളെ ടാറ്റയിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ, ടാറ്റ ഇല്ലാത്ത പരിപാടിയില്ല. ഇലം 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 കൊള്ളാം. അപ്പോ നമ്മള് ഫിക്കിൽ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു, ഇലം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ഇന്ന് ഇലത്തുനിന്ന് ഇവിടെ കുറച്ച് മുമ്പിലേക്ക് വേറെ വില്ലേജ് ഉണ്ട്, അവിടെ നിന്ന് പിന്നെ ഡൈവേർഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിച്ച് പോവാം, കാരണം നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നുമില്ല. നല്ല രസമുണ്ട്, പണ്ടത്തെ ആൾക്കാരൊക്കെ പോകുന്ന പോലെ ചോദിച്ച് പോവാട്ടോ, അത് അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുമ്പിലേക്കുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. നല്ല മഴയുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം നല്ല ഓഫ് റോഡിങ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം പോകുന്ന വഴി കുറച്ച് ചെളിയൊക്കെ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ സന്തക്ഫു എന്ന് പറയുന്നത് മാനേജം വഴി പോകുന്നത് അത്യാവശ്യം കല്ലാണ്, ഫുള്ള് പാറകളൊക്കെയാണ്. ഇവിടെ കുറച്ച് ചെളിയാണെന്നാണ് പറഞ്ഞത്. നോക്കാം നമുക്ക് എന്തായാലും. നമുക്ക് വണ്ടീൻ്റെ കേപ്പബിലിറ്റിയിൽ നമ്മൾ നോക്കണല്ലോ, നമ്മൾ നോക്കുന്നേ നാട്ടിൽ നിന്ന്. എന്തായാലും ജസ്റ്റ് നോക്കാം. ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ മഴയുണ്ട് കേട്ടോ. ധൂമച്ചാല് പിള്ളേർന്ന് പറക്കുന്ന ബൈക്കിൻ്റെ നമ്പർ റെഡിൽ വൈറ്റ് ആണ് കേട്ടോ. അതാണ് തോന്നുന്നു പ്രൈവറ്റ്, റെഡിൽ വൈറ്റ് പ്രൈവറ്റ്. അതാ വരുന്ന വണ്ടിയിലെല്ലാം റെഡിൽ വൈറ്റാണ്. ടാക്സിക്ക് ബ്ലാക്കിൽ വൈറ്റ്, അങ്ങനെയാണുള്ളത് കേട്ടോ. ആ ലോറീൻ്റെ എല്ലാം നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബ്ലാക്കിൽ വൈറ്റാ. അതും ഇംഗ്ലീഷിലല്ല എഴുതിയത്, പിന്നെ ഇവരുടെ ഭാഷയിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് വായിക്കാനും അറിയില്ല. ഫുൾ മറ്റേ ഇതാട്ടോ, നമ്മളെ ഓടയെല്ലാം വെച്ചിട്ട്, ഓടയാണ് ഫുള്ള് മരം. ഇടയ്ക്കിടയ്ക്ക് റോഡ് ഇങ്ങനെ പൊളിഞ്ഞതാണ്, അത് നമുക്ക് വിഷയമല്ല. പഞ്ചറൊന്നും കിട്ടാണ്ടിരുന്നാൽ മതി, കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് തിരിച്ചെത്താനുള്ള വകുപ്പെല്ലാം നമ്മളെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ വിഷയമില്ല. യെസ്, ഞാൻ പറഞ്ഞില്ല ഇവിടെ വാൻ ഉണ്ട്. ഇതാണ് വാൻ കേട്ടോ, നമ്മുടെ ടൊയോട്ടേൻ്റെ പോലത്തെ. ഇതൊക്കെ ടൊയോട്ട എന്നല്ല, ടൊയോട്ടേൻ്റെ സെയിം മോഡൽ ഉണ്ടാക്കിയൊരു സന്ദർഭം സംഭവം കൊള്ളാം. ME1KH എന്നെല്ലാം പറഞ്ഞിട്ട് കേട്ടോ, എന്തൊക്കെയോ ആണ് പേര്, ഇതൊക്കെ എന്താണെന്നറിയില്ല. അങ്ങനെയൊക്കെയാണ് നമ്പർ പ്ലേറ്റ്, ഒന്നുമേ മനസ്സിലാവുന്നില്ല. ഏതോ ഒരു ജംഗ്ഷൻ എത്തി. ഗ്യാസ് കുറ്റി കുറേ കാണുന്നുണ്ട് എല്ലാ ഷോപ്പിൻ്റെ മുമ്പിൽ. ഇവിടെ ഗ്യാസ് കുറ്റിക്ക് എങ്ങനെ ആൾക്കാർക്ക് പ്രൈവറ്റായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കൊള്ളാം. ചൂരേഘാട്ടി എന്ന് പറയുന്നൊരു സ്ഥലത്ത് കേട്ടോ, ചൂരേഘാട്ടി. ഇവിടുന്ന് നേരെ പോകാനാ പറഞ്ഞ 3 കിലോമീറ്റർ ഏകദേശം ചോദിച്ച് പോകാനാ പറഞ്ഞ കേട്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഡൈവേഴ്സൺ ഉണ്ട്. ഇത് ഇളം കഴിഞ്ഞിട്ട് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്രാമം കേട്ടോ. ഇവിടുന്ന് നമുക്കൊരു വേറൊരു ഡൈവേഴ്സൺ എടുക്കാനുണ്ട്.
കയ്യിലൊരു നേപ്പാളി സിം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ വഴിയൊന്നുമില്ല. നമ്മളെല്ലാവരും ചോദിച്ച് ഇങ്ങനെ പോകാന്നല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല കേട്ടോ. എന്തായാലും നെറ്റ്വർക്ക് ഇല്ലാണ്ട് പോകുന്നത് ഒരു വേറൊരു വൈബാണ്. എല്ലാവരും ചോദിക്കുക, നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഇങ്ങനെ ചോദിച്ച് പോകുന്നത് ഭയങ്കര രസമാട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത റോഡിൽ കയറിയിട്ടുണ്ട്. ആൾക്കാരോട് ചോദിച്ചാ പോന്നട്ടോ. കൊറേ ആൾക്ക് ഹിന്ദി ഒന്നും അറിയില്ല, കൊറേ ആൾ അവരെ ഭാഷയിൽ മാത്രം സംസാരിക്കുന്നുണ്ട്, കൊറേ ആൾക്കെല്ലാം ഹിന്ദി അറിയാം. കുഴപ്പമില്ല, ആൾക്കാരിങ്ങനെയല്ലേ പരിചയപ്പെടുക. ചറവറ ലോറികൾ വരുന്നുണ്ട് കേട്ടോ. ഒരു വണ്ടി പോകേണ്ട സ്ഥലമെല്ലാം കഷ്ടിച്ചേ ഉള്ളൂ. പഴയ വീടുകൾ കാര്യങ്ങൾ എന്താ ചുവന്ന ഓട്ടർഷ വരുന്നുണ്ട്. ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ, സന്തക്ഫു മാവു ഹുദൈ എന്താ അതെന്ന് എനിക്കറിയില്ല. സന്തക്ഫു വായിക്കാൻ കിട്ടി, സന്തോഷം. ഏതോ ഒരു വില്ലേജ് ആട്ടോ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിക്ക് ഒരു റെസ്റ്റ് കൊടുത്തേക്കാം. വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, വണ്ടിയൊന്നും ചൂടായിട്ടൊന്നുമില്ല കേട്ടോ. ചൂടാകും തോറും DIൻ്റെ ഒരു ടെൻഡൻസി അങ്ങനെയാണ്, എടുക്കട്ടെ മോനെ എന്ന് പറയും. അതാണ് DI ടർബോൻ്റെ ഒരു ഗുണം. എന്താ പറയുക, നെറ്റ്വർക്ക് ഇല്ല, ഗൂഗിൾ മാപ്പില്ല, ഒന്നുമില്ല കേട്ടോ. നല്ല രസമുണ്ട് പോകാൻ. ഓരോ ഗ്രാമങ്ങളിൽ പോയിട്ട് ഒരാളോട് ചോദിച്ച് ഇങ്ങനെ പോവാം, നല്ല രസം. അതിനൊരു സുഖം ഉണ്ട് കേട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പോകുന്നതിലും നല്ലത് ആൾക്കാരോട് ഇങ്ങനെ കുറച്ച് ഇൻട്രാക്ട് എല്ലാം ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ്, പിന്നെ എന്താ പറയുക, KL വണ്ടിയൊക്കെ കാണുമ്പോൾ അവർ ചോദിക്കും എവിടുന്നാണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിക്കും. ചില ആൾക്കാർക്ക് ഭാഷ അറിയില്ല, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞാനിങ്ങനെ എല്ലാതൊന്നും വീഡിയോ എടുത്തിടാറില്ല, കാരണം അവർക്ക് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും പിടിക്കാറില്ല കേട്ടോ. എന്തായാലും നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇനി കുറച്ച് ഓഫ് റോഡുകൾ വരാനുണ്ട് എന്നാണ് തോന്നുന്നത്. നോക്കാം, നമുക്ക് എന്തായാലും നോക്കാം. വീഡിയോ എടുത്തുതരാൻ ആളില്ല, ഞാൻ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം ഞാൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി നമ്മൾ ഓഫ് റോഡിങ് തുടങ്ങാം കേട്ടോ. ഇനി അങ്ങോട്ട് റോഡ് കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്, ഓഫ് റോഡിങ് തുടങ്ങുകയാണ്. അപ്പോൾ ഇനി മുകളിലേക്ക് നമുക്ക് എന്തായാലും 2-3 മണിക്കൂർ എടുക്കും കേട്ടോ. ഒരു ഗ്രാമം താണ്ടിയിട്ട് വേണം നമുക്ക് അപ്പുറത്ത് എത്താൻ വേണ്ടിയിട്ട്. ബാക്കി ഓഫ് റോഡിങ്ങും പിന്നെ നമ്മുടെ സന്തക്ഫുവിൻ്റെ വിശേഷങ്ങളെല്ലാം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.